ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ജൂലൈ മാസം 16-ാം തീയതി സാർവത്രിക സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ലോകമെമ്പാടുമുള്ള അനേകം വിശ്വാസികൾക്ക് പ്രത്യാശയുടെ മാതാവും സംരക്ഷണത്തിൻ്റെ മാതാവും മധ്യസ്ഥതയുടെ മാതാവുമാണ് കർമ്മല മാതാവ്. ജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും മാതാവിൻ്റെ മാധ്യസ്ഥ്യം തേടുന്നവർക്ക് അമ്മ എന്നും ആശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടമാണ്. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ മനോഹരമായ ഒരു പ്രാർത്ഥന പഠിക്കുകയും ചെയ്യാം. ഇസ്രായേലിലെ മനോഹരമായ കർമ്മൽ പർവ്വതം ബൈബിളിൽ വിശുദ്ധമായൊരു സ്ഥലമായി അറിയപ്പെടുന്നു. പഴയ നിയമത്തിൽ പ്രവാചകനായ ഏലിയ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ സ്ഥലമാണ് ഇത്. പിന്നീട് ഈ പർവ്വതത്തിൽ ഏകാന്ത ജീവിതം നയിച്ച സന്യാസിമാർ പരിശുദ്ധ കന്യകാമറിയത്തെ തങ്ങളുടെ മാതാവും സംരക്ഷകയുമായി സ്വീകരിച്ചു. അങ്ങനെയാണ് കർമ്മല സഭ, കാർമലേറ്റ് ഓർഡർ രൂപം കൊണ്ടത്. AD 1251 ഇംഗ്ലണ്ടിലെ വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കർമ്മല സ്കാപ്പുലർ നൽകിയതായി സഭാ പാരമ്പര്യം പറയുന്നു. അതായത് വെന്തിങ്ങം നൽകിയതായി പറയുന്നു. കർമ്മല മാതാവ് വിശ്വാസികൾക്ക് നൽകിയതായി സഭാപാരമ്പര്യം പറയുന്ന സ്കാപ്പുലർ നമ്മുടെ നാട്ടിൽ പൊതുവെ വെന്തിങ്ങം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു മാന്ത്രിക ചരടല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ജീവിക്കുവാനും ക്രിസ്തുവിനെ വിശ്വാസത്തോടും സ്നേഹത്തോടും അനുഗമിക്കുവാനുമുള്ള ആത്മീയ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ മറിയത്തിൻ്റെ മാതൃസ്നേഹത്തെയും സംരക്ഷണത്തെയും ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടലിനെയും ആഘോഷിക്കുന്ന ദിനമാണ്. കർമ്മല മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കാനാണ്. ജീവിതത്തിൽ എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും ദൈവത്തെ വിട്ടുപോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും രോഗികളെയും യുവജനങ്ങളെയും കുഞ്ഞുമക്കളെയും ജോലി അന്വേഷിക്കുന്നവരെയും ജീവിതഭാരത്താൽ തളർന്നിരിക്കുന്ന എല്ലാവരെയും കർമ്മല മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർമ്മല മാതാവിനോടുള്ള അഭിഷേക പ്രാർത്ഥന. സ്നേഹനിധിയായ കർമ്മല മാതാവേ, അങ്ങയുടെ പരിശുദ്ധ പാദങ്ങളിൽ ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതവും കുടുംബവും ജോലിയും ആരോഗ്യവും ഭാവിയും അങ്ങയുടെ മാതൃ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. സങ്കടങ്ങളിൽ പ്രത്യാശയും രോഗങ്ങളിൽ സൗഖ്യവും നിരാശയിൽ ധൈര്യവും ഭയങ്ങളിൽ സമാധാനവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ വീടുകളിൽ സ്നേഹവും ഐക്യവും നിറയട്ടെ. തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വഴി തുറന്നു കൊടുക്കണമേ. രോഗികൾക്ക് സൗഖ്യവും വേദനിക്കുന്നവർക്ക് ആശ്വാസവും അമ്മേ നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ എല്ലായ്പ്പോഴും അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ സന്നിധിയിലേക്ക് നയിക്കണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും വിശുദ്ധ ജീവൻ നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന നമുക്ക് പഠിക്കാം, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.